ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ബീട്രൂട്ട് ഫ്രൈ അല്ലെങ്കിൽ ബീട്രൂട്ട് ചിപ്സ് എന്നൊക്കെ പറയും. അതാണ് ഇന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ബീട്രൂട്ട് നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ തൊലി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞു. ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്ത് അരിയാം. അപ്പൊ വീതി കുറച്ച് നീളത്തിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ബീട്രൂട്ട് നമ്മൾ ഇതേപോലെ നീളത്തില് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇനിയിപ്പോ കഴിക്കാൻ മടിയുള്ള ആളുകളാണെങ്കിൽ പോലും ഈ രീതിയിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഇനി പൊടികളൊക്കെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ ഈ ബീട്രൂട്ട് ഉപ്പേരി തയ്യാറാക്കാനായിട്ട് നമുക്ക് അതിനായിട്ടൊരു മാവ് അല്ലെങ്കിൽ എന്താ പറയണ ഒരു പൊടി മിക്സ് ചെയ്യണം. അപ്പൊ ഞാനിതിലേക്ക് കടലമാവാണ് ആദ്യം മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ബീട്രൂട്ട് അല്ലേ ഉള്ളു, അതുകൊണ്ട് ഒരു 3 സ്പൂൺ കടലമാവാണ് ഇപ്പൊ ചേർത്തിട്ടുള്ളത്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് അതൊരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ എരിവെള്ള മുളക് പൊടി അതും കുറച്ച് ആഡ് ചെയ്തു. ഇനി വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. അരിപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തു കേട്ടോ. അപ്പൊ പൊടികൾ അധികം ഒന്നും ചേർക്കുന്നില്ല, ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. വെള്ളം ഇതിലേക്ക് ഇപ്പൊ ചേർക്കുന്നില്ല കേട്ടോ, കാരണം ബീട്രൂട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞു. അപ്പൊ അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ആയിട്ട് ആഡ് ചെയ്യാം. ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ തലേ ദിവസം നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ് കേട്ടോ ഇത്. കുറച്ച് വെള്ളം കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് കുറച്ച് സമയം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് ചീനച്ചട്ടി വെച്ചു. അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോ കുറച്ച് എണ്ണ, അതൊന്ന് മുക്കിയെടുക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു. തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ ഇളക്കരുത് കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പതിയെ അതൊന്ന് ഇളക്കി തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതൊന്ന്, അതായത് ഒരു കറുമുറു സൗണ്ട് വരും. കറുമുറു അല്ലല്ലോ, നമുക്ക് ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കോരിയെടുക്കുന്നത് കേട്ടോ. സെക്കൻഡ് ട്രിപ്പും നമ്മൾ ഇതേ ഇപ്പൊ ഇട്ടിട്ടുണ്ട് കേട്ടോ.
നന്നായിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. രണ്ടാമത്തെ ട്രിപ്പും ആയിട്ടുണ്ട്. നമുക്കതും ഇതുപോലെ ഒന്ന് കോരിയെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് ഫ്രൈ, ബീട്രൂട്ട് ചിപ്സ് എന്നൊക്കെ പറയാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്കാവട പോലെ ആയിട്ടോ, നല്ല കറുമുറുവായിട്ട് നമുക്ക് കടിച്ച് തിന്നാനായിട്ടും പറ്റും. പിന്നെ ചോറിന് നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജോലിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ ഇത് തയ്യാറാക്കി വെച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ജാറിലോ ഒക്കെ സൂക്ഷിച്ചു വെച്ചാൽ മതി. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഒരു റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല ഈസിയാണ്, എളുപ്പമാണ്. പക്കാവട പോലെ നല്ല കറുമുറുവായിട്ട് നമുക്ക് വെറുതെ എടുത്ത് തിന്നാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ കേട്ടോ. താങ്ക് യു.